സമയം തെറിച്ചങ്ങ് പോട്ടെന്ന്. മാമിൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും നമ്മളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ഒളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു കവറപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചോദിക്കുന്ന കാര്യം നമുക്കറിയാവുന്ന സത്യം വിളിച്ച് പറയുന്നത് ഭയങ്കര സിനിമയ്ക്കൊട്ടും സിനിമയിൽ നിൽക്കാനെന്നല്ല, ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ആ മേഖലയിൽ ഒരു ഉയർച്ച വരത്തില്ല. ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ ഒറ്റ സിനിമയിലെ കോൺട്രവേഴ്സിക്ക് ശേഷം അത് 10 ആയി 12 ആയി, പിന്നെ അത് കഴിഞ്ഞ് 2 ആയി 3 ആയി, അങ്ങനെ വളരെയധികം സിനിമകൾ കുറഞ്ഞു. സംഘടനയ്ക്കകത്ത് കുക്കു പരമേശ്വരനും ശ്വേതയും വന്നിട്ട് അവർ നന്നായിട്ടല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അടുത്ത ഇലക്ഷൻ അവർക്ക് ജയിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ അവസരങ്ങൾ നേടിയെടുക്കാനുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലൈംഗികതയുടെ വിഷയങ്ങളെ ലൈറ്റാക്കി കാണുന്നു, നോർമലൈസ് ചെയ്യുന്നു എന്ന് അവർ വിചാരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്ത ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കമൻറ്റ് ചെയ്തതാണ്. എനിക്ക് അവരോടും പരാതിയും പരിഭവം ഒന്നുമില്ല. സാധാരണ കാണാത്തൊരു സിനിമയാണ്, വളരെ സൈക്കോളജിക്കലായിട്ടൊരു സിനിമയാണ്. ഇത് ശരിക്കും തിയേറ്ററിൽ ഇപ്പോൾ ആൾക്കാർ എത്തിയപ്പോൾ വലിയൊരു പടത്തിനോടൊപ്പം 4 പടങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുവാണ്. OTT-യിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആൾക്കാർ അയ്യോ നല്ല സിനിമയായിരുന്നല്ലോ, ഇത് മിസ് ചെയ്തല്ലോ എന്ന് പറയും. അത് ഉറപ്പാണ്. എനിക്ക് ഗൂസ് ബംസ് പോലൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് കഥ കേട്ടോണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാം അപ്പം തന്നെ പറഞ്ഞു. അതിനുശേഷം ആ സിനിമയോടൊരു പ്രത്യേക സ്നേഹം എന്ന് വെച്ചാൽ അതിനകത്തൊരു എന്തോ ഒരു നന്മയുള്ളൊരു സിനിമയാണെന്ന് മനസ്സിലായി. അന്ന് മുതൽ ആ സിനിമ തീരുന്നത് വരെ ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. എല്ലാ സിനിമയെക്കുറിച്ചും പറയും ഇങ്ങനെ നമ്മൾ ടീമാണ്, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. കൗമുദി മൂവീസിൽ ദി റൈഡ് എന്ന പുതിയ മൂവിയുടെ പ്രൊമോഷനുമായി നമ്മളോടൊപ്പം ചേരുന്നു മാല പാർവതി മാം. നമസ്കാരം മാം. താങ്ക് യു അഞ്ജു. താങ്ക് യു കൗമുദി മൂവീസ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും കൂടെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മാം ഈ ഒരു ഫീൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ അങ്ങനെ ഒരാളെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. റൈഡ് എന്ന് പറയുന്ന പുതിയ മൂവി റിലീസായിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ മൂവിയെ പറ്റി പറഞ്ഞോളൂ. ഈ സിനിമ ഞങ്ങൾ ഒരു ബോംബെ ബേസ്ഡ് ടീം ആണ് ആദ്യം ഒരു സിനിമ കഥ പറയാൻ വരുന്നു എന്നാണ് നമുക്ക് ആദ്യം അറിയിച്ചത്. കാസ്റ്റ് ചെയ്തത് നിതിൻ ചന്ദ്രനാണ്. നിതിൻ വിളിച്ചിരുന്നു എന്നെ, ഇങ്ങനെ ഒരു ബോംബെ ബേസ്ഡ് ഒരു ടീം ഇങ്ങനെ വരുന്നുണ്ട് ഒരു സിനിമ ചെയ്യാൻ. അവർ കേരളത്തിലാണ് സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആക്ടേഴ്സാണ്. അപ്പോൾ ആദ്യമായി കഥ പറയാനായിട്ട് എൻ്റെ അടുത്തോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ ശ്രീകാന്ത് മുരളി, പ്രശാന്ത് മുരളിയൊക്കെ അവരുടെ കാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ കഥ പറയാൻ എൻ്റെ അടുത്ത് വന്നു. കഥ പറയാൻ വരുമ്പോഴാണ് ഇവരുടെ പ്രത്യേകതകൾ മനസ്സിലായത്. ഇവരുടെ കാശ്മീരി ഒരു പ്രൊഡ്യൂസറാണ് ദർപ്പൺ എന്ന് പറഞ്ഞ്, അത് കാശ്മീരി തന്നെയായിട്ടുള്ള മറ്റൊരു ബാബ എന്ന് പറഞ്ഞ DOP ആണ്. റൈറ്റർ സുഹാസ് ഷെട്ടി ഞങ്ങളുടെ കഥ പറയാനുണ്ടായിരുന്നു. കന്നഡികയാണ്, പക്ഷെ ബോംബെ സെറ്റിൽഡ് ആണ്. ഹാഫ് മലയാളിയായ ഇരിഞ്ഞാലക്കുടക്കാരൻ റിതേഷും ബോംബെയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ്. എൻ്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ബോംബെക്കാരിയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നമ്മുടെ നാട് അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ മലയാള സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായിരുന്നു. സിനിമ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ മോണോലോഗ്സ് പോലെ പല കഥകൾ പറയുന്നു. അപ്പോൾ ഇതെന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു കഥ കേട്ടുകൊണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഒരു പോയിന്റിൽ ആ സിനിമ ഒന്ന് മാറി. അതിന് വേറൊരു അപ്പോൾ ഒരു ഗൂസ് ബംസ് പോലൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് കഥ കേട്ടോണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാം അപ്പം തന്നെ പറഞ്ഞു. അതിനുശേഷം ആ സിനിമയോടൊരു പ്രത്യേക സ്നേഹം എന്ന് വെച്ചാൽ അതിനകത്തൊരു എന്തോ ഒരു നന്മയുള്ളൊരു സിനിമയാണെന്ന് മനസ്സിലായി. അന്ന് മുതൽ ആ സിനിമ തീരുന്നത് വരെ ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. എല്ലാ സിനിമയെക്കുറിച്ചും പറയും ഇങ്ങനെ നമ്മൾ ടീമാണ്, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. വലിയ സ്നേഹമായിരുന്നു മുഴുവൻ സംഘവും ആക്ടേഴ്സും. അത് ഹരീഷ് ഉത്തമൻ, ശ്രീകാന്ത് മുരളി, പ്രശാന്ത്, സുധികോപ്പ, ആൻ ശീതൾ, ഗോപിക മഞ്ജുഷ, ഞങ്ങൾ ഇത്രയും പേരും ഒരൊറ്റ മനസ്സോടെയാണ് ആ സിനിമയെ സമീപിച്ചത്. 24 ദിവസം കൊണ്ടൊരു സിനിമ തീർന്നു എന്ന് പറയാൻ തന്നെ 24 ഡേയ്സിലെ ഷൂട്ട് തീർന്നു. ആക്ച്വലി 21 ഡേയ്സ്. അപ്പം ഞങ്ങൾ ഒരു ഫെബ്രുവരി 11-ന് ഒരു ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 24 തുടങ്ങി കണ്ടിന്യൂസ് 21 ഡേയ്സ് ആയിരുന്നു. അപ്പോൾ അത് എനിക്കൊന്നൊരു മാർച്ച് 20-ന് ഒറ്റ ഷൂട്ട് തീർന്നു. മാർച്ച് 20 ഫെബ്രുവരി 24 അങ്ങനെ കണ്ട് തുടങ്ങി. മാർച്ച് 17 ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു.
എന്നിട്ട് പിന്നെയും ഞങ്ങളെല്ലാവരും കൂടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാനും ഒക്കെ പോയി. ഏതാണ്ട് 21 ദിവസം ഷൂട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഷൂട്ട് സിനിമ 2-3 ദിവസം കൂടെ പോയി കാണും. ഒരു 24-25 ദിവസം ആകെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ. നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ഓർമ്മകളാണ് ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഒരു സാധാരണ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പോലെയല്ല. മലയാളം ഞങ്ങളെല്ലാവരെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കഥകൾ പറയാനും ഞങ്ങളുടെയൊക്കെ ഡയലോഗുകൾ ഒരുപാട് സ്വാതന്ത്ര്യം തന്നിരുന്നു. ഇപ്പോൾ ആൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ സജഷൻസ് മാല ചേച്ചി തന്നിട്ട് അല്ലെങ്കിൽ അപ്പോൾ അത് ഗോപിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്കും വർത്തമാനം പറഞ്ഞും ശ്രുതി കറക്റ്റ് ചെയ്യും, ചിലപ്പോൾ ശ്രീകാന്ത് കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൻ എന്തെങ്കിലും സജഷൻ പറയും, ഗോപിക എന്തെങ്കിലും സജഷൻ പറയും. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് സിനിമ ഒരു അനുഭവമായിരുന്നു. ഒരു 1.25 മണിക്കൂറിൻ്റെ ഒരു പടമാണ്. എനിക്ക് ഫീൽ ചെയ്ത് നമുക്ക് ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് കണ്ട് മനസ്സിലാക്കി, അതായത് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ഫൺ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പോകാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യം ഈ ഒരു മൂവിയിൽ വെച്ചിട്ടുണ്ട്. മാം ഇപ്പോൾ പറഞ്ഞു, എനിക്ക് ഇത് കേട്ടപ്പോഴത്തേനും സ്റ്റോറി കേട്ടപ്പോൾ എനിക്കൊരു പോയിന്റ് എത്തിയപ്പോൾ ഗൂസ് ബംസ് ഫീൽ ചെയ്തു. മാമിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഞാൻ മൂവിയിൽ കണ്ടപ്പോഴത്തേനും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് നിങ്ങൾ 6 പേരിൽ ചുറ്റിത്തിരിയുന്ന ഒരു കഥയാണെങ്കിലും വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് ഉണ്ട്. സോ മാമിനെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് എന്താണ്, ഈ സ്റ്റോറിയാണോ അത് മാമിൻ്റെ ഒരു പെർഫോമൻസ്, ഇത്രയും എനിക്കിതിൽ പെർഫോം ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യമാണോ? സ്റ്റോറിയാണ് എന്നെ അതിനകത്തോട്ട് അടുപ്പിച്ചത്. ആ കഥ ഒരു പ്രത്യേകതയുള്ള കഥയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ആ കഥ തന്നെയാണ് നമ്മളെ ഒരു നിസ്സഹായതയിൽ നിന്നുള്ള കുറച്ച് മനുഷ്യരുടെ ഒരു കഥ. പിന്നെ അതിനകത്ത് ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഓരോരുത്തരും നമ്മളായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ വലിയ ഇതായിട്ടിരിക്കുമ്പോഴും നമ്മൾ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരും അറിയാതെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവനെ പ്രേക്ഷകരെയും കൂടെ ചിന്തിപ്പിക്കാനൊക്കെ സിനിമയ്ക്ക് സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നു. വെച്ചാൽ സാധാരണ കാണാത്തൊരു സിനിമയാണ്, വളരെ സൈക്കോളജിക്കലായിട്ടൊരു സിനിമയാണ്. ഇത് ശരിക്കും തിയേറ്ററിൽ ഇപ്പോൾ ആൾക്കാർ എത്തിയപ്പോൾ വലിയൊരു പടത്തിനോടൊപ്പം 4 പടങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുവാണ്. OTT-ൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആൾക്കാർ അയ്യോ നല്ല സിനിമയായിരുന്നല്ലോ, ഇത് മിസ് ചെയ്തല്ലോ എന്ന് പറയും. അത് ഉറപ്പാണ് എനിക്ക്. കാരണം അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം, ഇന്ന് റിവ്യൂവിലൊക്കെ വന്നതും എല്ലാം സിനിമയുടെ പെർഫോമൻസിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും ഒക്കെ എടുത്ത് പറയുന്നുണ്ട് പോസിറ്റീവ്സ് ആയിട്ട്. പ്രത്യേകിച്ച് മാൻ ശീതളിന്റെ, ഗോപിക മഞ്ജുഷയുടെയും ഒക്കെ പെർഫോമൻസ് സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ്. ഞാൻ പ്രശാന്തിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സട്ടിൽ ആൻഡ് എക്സലന്റ് പെർഫോമൻസ്. ദിക്കോപ്പ, പിന്നെ ശ്രീകാന്ത് മുരളി, എല്ലാവരും വേറെ 6 ക്യാരക്ടേഴ്സായിട്ട് വരണം. അപ്പോൾ നമ്മളുടെ റിയൽ ജീവിതത്തിലെ സ്വഭാവമായിട്ട് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഗോപികയുടെ ക്യാരക്ടർ റിയൽ ജീവിതമായിട്ട് വളരെ വ്യത്യാസമായിട്ട് ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ പടമാണ്. സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ്. അഫീഫ ഞാൻ ജീവിതത്തിലെ ആളെ അല്ല, വേറൊരാളാണ് അഫീഫ. വളരെ ഭയമുള്ള, ആശങ്കയുള്ള ഒരു സ്ത്രീയായിട്ടാണ് അഫീഫ. അങ്ങനെ എന്താ, ഒരു ചലഞ്ചിങ് ആയിരുന്നു സിനിമ. അഭിനയവും ചലഞ്ചിങ് ആയിരുന്നു, ഷൂട്ടിങ്ങും ചലഞ്ചിങ് ആയിരുന്നു. രാവിലെ 6 മണിക്ക് പോവുമായിരുന്നു, രാത്രി 10 മണിക്കേ വരുള്ളായിരുന്നു. എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിങ് ആലുവയ്ക്കടുത്തൊരു ദേശത്തിൻ്റെ അടുത്തൊരു സ്ഥലത്ത് സെറ്റ് ഇട്ടത്. സെറ്റായിരുന്നു അത് കംപ്ലീറ്റ്ലി. ഓക്കെ. എനിക്ക് ഈ പടം കണ്ടപ്പോഴത്തേനും തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുമ്പം തന്നെ ഞാൻ കണ്ടപ്പം ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ചു, ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ പാപം ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഒരു സീൻ എത്തിയപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റെന്താ, ഇത്രയും വലിയ പാപമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലായ ഞാൻ എന്ത് ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ തിങ്ക് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ മൂവി മേക്ക് ചെയ്തേക്കുന്നത്. അത് അതായത് കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളതിൽ ഇൻവോൾവ് ആകും. അങ്ങനത്തെ ഒരു മൂവിയാണ്. വളരെയധികം മെസ്സേജ് അതിൽ പറയുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് ഇത് അവസാനിക്കുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ മനസ്സിലാവുമെങ്കിലും ഈ തുടക്കം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെ ഇവർ അവസാനിപ്പിക്കും എന്ന് നമുക്ക് ഒരു ഹിൻറ്റും താരാണ്ട് കൊണ്ടുപോകുന്നതാണ്. അതിലെനിക്ക് ഏറ്റവും മനസ്സിലായ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് ആണ്. കാരണം നിങ്ങൾ ആരും ആ ഹിൻറ്റ് തരുന്നില്ലല്ലോ. നിങ്ങൾ തുടക്കം മുതൽ ആ ഒരു സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നീട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലോട്ട് പോകുമ്പോഴത്തേനും അപ്പോഴാണ് കറക്റ്റ് ഇപ്പം മാം പറഞ്ഞ ഒരു ഗൂസ് ബം ഫീൽ വരുന്ന ഒരു രീതിയിലോട്ട് പോകുന്നത്. പറഞ്ഞു അതേപോലെ നിങ്ങൾ സീനിയർ ആർട്ടിസ്റ്റും ഉണ്ട്, അതേപോലെ ന്യൂ കമ്മേഴ്സാണ് ബാക്കിയുള്ളവർ. സോ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതേപോലെ സെറ്റിലുണ്ടായിരുന്ന ഈ മൂവി മേക്കേഴ്സ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ജേർണി? ഫണ്ണാണെന്ന് പറഞ്ഞു, എന്നാലും ആ ഒരു ഇമോഷനിലേക്ക് പോകുമ്പോൾ, ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?
ഫസ്റ്റ് പറയേണ്ട വേർഡ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ആ സെറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നു. പരസ്പരം എല്ലാവരും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, അത് റിതേഷിൻ്റെ ഒരു ക്വാളിറ്റി കൂടിയാണ്, ഡയറക്ടറിൻ്റെ, സുഹാസിൻ്റെ, റൈറ്ററിൻ്റെ, എല്ലാം അവരുടെ ഒരു ക്വാളിറ്റിയാണ്. ഒരു പരസ്പരം ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് എല്ലാ ആൾക്കാരും പെരുമാറിയിരുന്നത് സെറ്റിൽ. പിന്നെ ഒരു വല്ലാത്ത ഒരു റിഗാർഡ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളോട് അതിനെ എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു. നമ്മളുടെ ഒരു കൾച്ചറുമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയുമായിട്ടും നമ്മളുടെ രീതികളുമായിട്ടും ഇണങ്ങി വരുന്ന തരത്തിൽ ഡയലോഗിനെ അല്പം മാറ്റാനും എടുക്കാനും. ഇതിനെ ശരിക്കും സുഹാസ് എഴുതിയതിനെ അഡാപ്റ്റ് ചെയ്ത് അതിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് രഞ്ജിനി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. സാജൻ ബേക്കറിയിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് രഞ്ജിനി. റിതേഷിന്റെ കസിനാണ്. ആ കുട്ടിയാണ് അതിന്റെ ഫസ്റ്റ് അഡാപ്റ്റ് ചെയ്ത്. ഈ അഡാപ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ സുഹാസ് എഴുതിയതിനെ ഇംഗ്ലീഷിൽ എഴുതിയത് മലയാളത്തിലേക്ക്, മലയാള ഭാഷയിലേക്കും മലയാളത്തിന്റെ ഒരു സിനാരിയോയിലേക്കും ഇവിടുത്തെ ഒരു കൾച്ചറൽ സിനാരിയോയിലേക്ക് എടുത്ത് പ്ലേസ് ചെയ്യുന്ന തരത്തിൽ അത് മാറ്റി എഴുതിയെന്നുള്ളതാണ്. അത് ഏത് ബോംബെയിൽ ഹിന്ദിയിൽ എടുക്കാനിരുന്ന ഒരു പടം. അപ്പം അതിൻ്റെ ഒരു കൾച്ചറൽ സെറ്റപ്പിലാണ് അത് ഇരുന്നത്. അതിനെ മലയാളീകരിച്ചു. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് മാറ്റി എഴുതി രഞ്ജിനി. അത് തന്നെയാണ് ബേസിക് ടെക്സ്റ്റ് ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഞങ്ങളുടേതായ രീതിയിൽ വരുത്തിയിരിക്കുന്നു. പറഞ്ഞു ബിഗ് ബഡ്ജറ്റ് മൂവീസിൻ്റെ കൂടെ അല്ലെങ്കിൽ അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്ന മൂവീസിനിടയിലാണ് ഈ ഒരു മൂവി. അത്രയും ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ളതായിരിക്കില്ല, വലിയ ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ളൊരു പടമല്ല, ചെറിയ ബഡ്ജറ്റിലുള്ളതാണ്. 1.25 മണിക്കൂറിൻ്റെ ഒരു പടമാണ്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ ഇത്രയും ബഡ്ജറ്റിലെ പടങ്ങളുമായിട്ട് ഒരു കുഞ്ഞു മൂവി വരുമ്പോഴത്തേനും അത് ചില സമയം എന്താ പറയുക, ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോകാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മൂവി കാണേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പ്രേക്ഷകരുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞാൽ മാമിന് എന്തായിരിക്കും പറയാനുണ്ടായിരിക്കുക? എന്തുകൊണ്ട് ഇത് കാണണം എന്നുള്ളൊരു ഒപ്പീനിയൻ? നമ്മുടെ നാട്ടിൽ ഹീറോസിന്റെ സിനിമകളാണ് വിജയിക്കുക. നമ്മുടെ നാട്ടിൽ ഹീറോ അവർക്കാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത്. അവരുടെ സിനിമകളെ വിജയിക്കാറുള്ളൂ. പിന്നെ ആരുടെ മൂവിയാണ്, ഇന്ന ആളുടെ മൂവിയാണ് എന്ന് പറഞ്ഞാണ് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നത്. തെറ്റില്ല, അങ്ങനെ തന്നെയാണ് ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ആ പോപ്പുലാരിറ്റിയാണ്, മാർക്കറ്റ് വാല്യൂ ആണ് എല്ലാത്തിനും അടിസ്ഥാനം. പക്ഷേ ഒരു കഥ പറയാൻ ഒരു ഹീറോയെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഈ സിനിമയിൽ ഒരു ഹീറോ ഇല്ലാത്തത്. ഈ സിനിമയിൽ ഒരു ഹീറോയുടെ ആവശ്യം ഇല്ല. സാധാരണക്കാരുടെ കഥയാണ്, നമ്മുടെ കഥയാണ്, വളരെ സാധാരണ മനുഷ്യരുടെ കഥയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ വന്ന കുറച്ച് പേരുടെ ജീവിതത്തെ ബാധിച്ച ഒരു വലിയൊരു ദുരിതത്തിനെ അവരെങ്ങനെ നേരിട്ടു എന്നുള്ളതിൻ്റെ കഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു സിനിമകളും കൊച്ചു കഥകളും വിജയിക്കണം. അത് ഇൻഡസ്ട്രിയെ നിലനിർത്താനായിട്ട് വളരെ ആവശ്യമാണ്. ഇൻഡസ്ട്രിയിൽ എല്ലാവരും വലിയ ആൾക്കാർ മാത്രമല്ല, സാധാരണക്കാരെ നിലനിന്ന് പോകണം. ചെറിയ ഡയറക്ടേഴ്സായിട്ട് തുടങ്ങിയാലേ അവർക്ക് വലിയ പടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ എത്തിച്ചേർന്ന ഒരു വലിയ ടീം ഇതിന്റെ പിന്നെ മോശം ആൾക്കാരൊന്നും അല്ല കേട്ടോ. സൂരജൊക്കെ ഈ കിഷ്കിന്ദയുടെ ഏക്കോയുടെ ഒക്കെ എഡിറ്ററാണ്. ഞാൻ പറയുന്നത് എന്നാലും കുറെ ബാബ പുതിയതാണ്, DOP. അങ്ങനെ കുറേ ആൾക്കാർ പുതിയവരുമുണ്ട്. മ്യൂസിക് ചെയ്ത കുട്ടി പുതിയതാണ്. അപ്പം അങ്ങനെ പുതിയതായി നിൽക്കുന്നവരെയും കൂടെ ഒന്ന് സഹായിക്കാൻ, അവർക്ക് കരുണ കാരുണ്യം തോന്നണം, അവർ സഹായിക്കണം എന്നൊക്കെ അഭ്യർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. വന്ന് കാണണം എന്നൊക്കെ ആവശ്യപ്പെടാനൊന്നും അതിനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. നിങ്ങളൊക്കെ ആരാണെന്ന് അങ്ങനെയല്ല. നമ്മൾ ചെറിയൊരു സിനിമ, ഒരു ചെറിയ ശ്രമമാണ്. ആ സിനിമയ്ക്കൊരു നല്ല കഥയുണ്ട്, നിങ്ങൾ ദയവീത് വന്ന് കാണും. അത് ആ പ്രൊഡ്യൂസറിനൊക്കെ ഇനിയും നല്ല സിനിമകൾ മലയാളത്തിലേക്ക് ചെയ്യാൻ അവർക്കൊരു പ്രചോദനമായിരിക്കും, നമ്മൾ അവരെ ഏറ്റെടുത്തു എന്നുള്ളത്. ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇപ്പം വലിയൊരു ഘടകമാണ് മൂവീസിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു പടത്തിന് സ്വാഭാവികമായിട്ടും സ്റ്റാർ വാല്യൂ നോക്കി പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു പടങ്ങളുടെ, അതായത് ഈ ഒരു പടത്തിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ വലിയ മെസ്സേജാണ് ഈ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് ഉള്ളത്. നമ്മളത് എൻഡിലെത്തുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഓരോ ഫാമിലീസിന് വരുമ്പോഴായിരിക്കും ഒന്നും കൂടെ കണക്റ്റഡ് ആവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മൂവിയാണ്. ഈ പറയുന്ന പോലെ OTTയിൽ എത്തുമ്പോഴായിരിക്കാം ഇതൊന്നും കൂടെ എന്താ പറയുക കൂടുതൽ ആൾക്കാരിലേക്ക് എന്താ പറയുക എത്താനുള്ളൊരു സാഹചര്യം. അങ്ങനെ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം നമ്മൾ പണ്ട് നമ്മൾ ഈ ദൂരദർശനിലേക്ക് ന്യൂസ് കാണുന്ന സമയത്ത് മിസ്സിങ് എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു ആൾക്കാർ. ഇത്ര വയസ്സുള്ള കുട്ടിയെ കാണുന്നില്ല. ഇത് നമ്മളെ സംബന്ധിച്ചൊരു വാർത്തയാണ്. പക്ഷെ റിയലായിട്ട് കുടുംബത്തിലെ ഒരു കുട്ടി മിസ്സിങ് ആകുമ്പോൾ അവരുടെ ജീവിതത്തിൽ
എന്നേക്കും അതൊരു ദുഃഖമാണ്. കാരണം ഇതിനൊരു ക്ലോഷർ ഉണ്ടാവുന്നില്ല. ഓരോ ദിവസവും അവർ വാതിൽ തുറക്കുമ്പോൾ മകൻ വരുമോ, മകൾ വരുമോ, എവിടെന്നെങ്കിലും ഒരു വാർത്ത വരുമോ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ, എല്ലാവരുടെയും മനുഷ്യരിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു അനുഭവമുണ്ട്. ശന്തനു മൊയ്ത്രയുടെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്നു. അപ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം കാശ്മീരിലൊരു വീട്ടിൽ ചെന്നിട്ട് വാതിൽ തുറന്നപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ അയാൾ പ്രത്യേക തരത്തിൽ ഇങ്ങനെ നോക്കി. അപ്പം ഭയങ്കര ഓടായിട്ട് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് വിളിച്ച് സംസാരിച്ചു. അപ്പോഴൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ തന്നെ ഒരിടത്ത് ഇങ്ങനെ ഇദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വികാരവും ഇല്ല. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര നെർവസായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പുറത്തിറങ്ങുമ്പോൾ ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ മകൻ 15 വയസ്സിൽ കാണാതായതാണ്. ഇത്രയും വർഷമായിട്ടും അവൾ ആര് വന്നാലും അവനാണോ, എന്തെങ്കിലും ന്യൂസ് കൊണ്ടുവന്നാണോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കും, വേറെ ഒന്നും സംസാരിക്കില്ല. എന്തൊരു ജീവിതമാണെന്ന് ആലോചിച്ചു. അതെ, എന്നുവെച്ചാൽ ഒരു എന്തെങ്കിലും മിസ്സായാൽ, വീട്ടിലെ ഒരാളെ കാണാതായാൽ എന്തുമാത്രം വേദന അവർ അനുഭവിക്കുന്നുണ്ടാവും. അത് അവരുടെ മാത്രം സ്വകാര്യതയായി സമൂഹം അങ്ങ് എഴുതി കളയുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നില്ല അല്ലേ, ഓ എന്തെങ്കിലും അറിവ് കിട്ടിയോ, ഓ കാണുന്നില്ല, ശരി ശരി, മനസ്സിലായില്ലേ. അതൊരു ആ വേദനയുടെ തീവ്രത എന്ന് പറയുന്നത് ഭീകരമാണ്. മനസ്സിലായി. അപ്പം അതൊക്കെയാണ് ഈ സിനിമയിൽ. പക്ഷെ അത് അതിൻ്റെ സസ്പെൻസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇത് മിസ് ചെയ്യരുതെന്നാണ് നമ്മളുടെ റിക്വസ്റ്റ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അല്ല, ഒരു സന്തോഷമുള്ളത് 5 കാണാൻ പോയപ്പോൾ ഓഡി 3 എവിടെ ഫുള്ളായിരുന്നു, ഏരിസിലെ ഓഡി 3 ആളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വന്നു. ഓഡി 1 മീൻസ് ഞാൻ മാറിയാ വന്നിരുന്നത്. അപ്പം ഞാൻ എണീച്ചപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പം ആൾക്കാർ ഫുള്ളും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പം എന്തായാലും ആൾക്കാർ അറിഞ്ഞ് തുടങ്ങുന്നുണ്ട്. കോട്ടയത്തൊന്നും ആള് കുറവാണ്. ഇന്നലെ ഒരു 10-12 പേര് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് വിളിച്ചു. പക്ഷെ ബാക്കി മെയിൻ സിറ്റീസിൽ ഇപ്പോൾ കൊച്ചിയിലും എറണാകുളത്തൊക്കെ, അല്ലെ, കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ആളുണ്ട്. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് സിനിമ എത്തിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പബ്ലിസിറ്റി ഇപ്പോഴും കുറവാണ്. കണ്ടവരതാ പറയുന്നത്, പബ്ലിസിറ്റി പോരാ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഇത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് മിസ് ചെയ്യാൻ പോകാന്നാണ് എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു 2 hours അല്ലെങ്കിൽ 3 hours ഒരു മൂവി കൊണ്ടുപോകുന്നിടത്ത് ഒരു 1.25 മണിക്കൂറിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇമ്പോർട്ടൻസ് നൽകി ഇത്രയും വലിയൊരു സ്റ്റോറി പറഞ്ഞെത്തിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലത്ത് ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു വിജയം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു മൂവി ആ രീതിയിൽ എത്തപ്പെടട്ടെ എന്ന് ഞാൻ പറയാണ്. ഇനി എനിക്ക് അല്ലാണ്ട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എനിക്ക് മാമിൻ്റെ ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളത് മാമിൻ്റെ വോയിസ് ആണ് മെയിനായിട്ട്. അതായത് ഈ പ്രത്യേകിച്ച് ഈ അഫീഫ എന്ന് പറയുന്ന ക്യാരക്ടർ ഒത്തിരി ഇമോഷൻസ്, ഈ എന്താ പറയുക, വിഷമം കാണിക്കുന്ന ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് മാമിൻ്റെ സൗണ്ട് അതിന് ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്യുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും. അതായത് ഈ മാമിൻ്റെ വോയിസ് ഈ ഇമോഷണൽ രീതിയിൽ വരുമ്പോഴത്തേനും ഭയങ്കര ഡെപ്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കരയുമ്പോഴോ വിഷമം എക്സ്പ്രസ് ചെയ്യുമ്പോഴോ ആ ഒരു മോഡുലേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ്. അതായത് ഈ ഹാപ്പിനെസ് എന്നുള്ളതിനേക്കാളും എനിക്കൊന്നും കൂടെ മാം അതിൽ ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കരയുമ്പോഴൊക്കെ മാമിൻ്റെ വോയിസ് മോഡുലേഷൻ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ കരയുമ്പോൾ വോയിസ് കൊള്ളാം? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശബ്ദം ഉണ്ടല്ലോ, എനിക്കത് ഇമോഷണലി ഇമോഷൻ ചെയ്യാൻ, കരയാനൊക്കെ ബിലീവബിൾ ആണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വോയിസ് ആയിട്ട് ഇത് സിംഗ് സൗണ്ട് ആയിരുന്നു ഈ സിനിമ. ഞങ്ങൾ ഡബ് ചെയ്തതല്ല. ഡബ് ചെയ്തതല്ല. അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ബോധപൂർവ്വം നമ്മൾ ഇങ്ങനെ വോയിസ് എടുക്കാം എന്ന് ആലോചിച്ചിട്ട് അഭിനയിക്കുന്നതല്ല. നമ്മൾ ആ കഥാപാത്രത്തിന്റെ സത്യം അഭിനയിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ വരുന്ന ശബ്ദമാണ്. അത് നന്നായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഇമോഷൻ അത്രയും രീതിയിൽ വന്നപ്പോഴത്തേനും. ആ സൗണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി മാമിൻ്റെ വോയിസ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് സിങ്ക് ആയി തന്നെ എനിക്ക് തോന്നിയായിരുന്നു. ആൻഡ് പെർഫോമൻസ് ഓൾസോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. അതേപോലെ ആൻ ശീതൾ, ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും ഗംഭീരമായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ്. സോ എനിക്ക് പറയാനുള്ളത് ഇതാരും തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്നാണ്. ഇനി കമ്മിങ് ബാക്ക് ടു മാമിൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന മാം നീലതാമരയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മാമിൻ്റേതായിട്ട് ഫസ്റ്റ്
ആണെന്ന്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി എന്താ പറയുക കോമ്പിനേഷൻ സീൻസ് ഉള്ള ഒത്തിരി ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോദ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ക് അല്ലെങ്കിൽ RDX പോലെ ഒത്തിരി നല്ല പടങ്ങളിൽ ഓരോ സ്റ്റാർ കാസ്റ്റിൻ്റെ എന്താ പറയുക അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രഞ്ജി പണിക്കർ പോലൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക പിടിച്ചു നിൽക്കുന്ന പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ പെർഫോമൻസിനൊക്കെ പറ്റി ആൾക്കാർ പറയുന്നത്. അപ്പം എൻ്റെ ഫേവറേറ്റ് ഗോദയിലെ അമ്മ ക്യാരക്ടർ, അതേപോലെ ഇഷ്ക് ഇറങ്ങിയ സമയത്ത് ഷെയ്നുമായിട്ടുള്ള സീൻസൊക്കെ ഭയങ്കര പോപ്പുലാരിറ്റി ഉള്ളതായിരുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു യങ് ജനറേഷനിലെ നടന്മാരുമായിട്ടുള്ള ഒരു അമ്മ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാമിന് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച കുട്ടികളുമായിട്ടൊക്കെ തന്നെ എനിക്ക് വേറൊരു പ്രത്യേക തരത്തിൽ കണക്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറയേണ്ട ടൊവിനോ ആണ്. ടൊവിനോ എനിക്ക് എൻ്റെ മകൻ തന്നെയാണ്. അത്ര ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് ടൊവിനോ. സത്യത്തിൽ ഗോദയാണ് എൻ്റെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് സിനിമ എന്ന് വേണമെങ്കിലും പറയാം. ആ സിനിമ ബേസിൽ കാസ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലേ, മനോജ് പൂകുന്നം സജസ്റ്റ് ചെയ്തു, ബേസിൽ കാസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ സിനിമയിൽ എല്ലാ തരത്തിലും എനിക്കൊരു അതെല്ലാം തന്നെ ഫോർ എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇഷ്കായാലും അവർ തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ലൈഫിൽ ഭയങ്കര വ്യത്യാസമുള്ള, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കിയ സിനിമ, ടേണിംഗ് പോയിന്റ് ആയിരുന്നു എനിക്ക് ഗോദ. എൻ്റെ സിനിമ നീലത്താമരയ്ക്ക് മുമ്പ് 2 സിനിമകളുണ്ട് കേട്ടോ. 2007 ടൈം എന്ന് പറഞ്ഞ സിനിമ തലപ്പാവിലൊരു ഇന്റർവ്യൂറായിട്ട് മധുബാലൻ. പക്ഷേ 2009 തൊട്ടാണ് സിനിമ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ റെഗുലറായിട്ട് സിനിമ വന്നു തുടങ്ങിയത്. അതിനകത്ത് ഒരു കുഞ്ഞുമാളു എന്ന് പറയുന്ന ഒരു നീലത്താമരയുടെ ഒരു നായിക തന്നെയാണ്, മുതിർന്ന നായികയുടെ പ്രായമുള്ള ക്യാരക്ടർ. അപ്പോൾ അത് ഒരു ലോഞ്ച് പോലെ ആൾക്കാരെടുക്കുകയും പിന്നെ റെഗുലറായിട്ട് സിനിമ വന്നു തുടങ്ങി. ചെറിയ വേഷങ്ങളാണെങ്കിലും വന്നു തുടങ്ങി. നല്ല സിനിമകൾ, പാലേരി മാണിക്യത്തിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്താ കുറേ നല്ല സിനിമകളിലേക്ക്, ബാവുട്ടിയുടെ നാമത്തിൽ ഇപ്പോഴും മലബാർ ഏരിയയിലൊക്കെ ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. കുറേ സിനിമ, പിന്നെ എല്ലാം ഡോക്ടറൊക്കെ ആയിരുന്നെങ്കിലും ഗോദ ലീല കഴിഞ്ഞിട്ട് ഗോദ ചെയ്യുമ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച് സംഭവിക്കുന്നത്. അതേ സമയത്താണ് CAA സംഭവിക്കുന്നത്, ദുൽഖറിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം അത് രണ്ടും ഭയങ്കര സ്പെഷ്യൽ സിനിമകളാണ് എനിക്ക്. CAAയിലെ ദുൽഖറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചതും ടൊവിനോയുടെ അമ്മയായിട്ട് അഭിനയിച്ചതും. ഷെയ്ൻ്റെ അമ്മ ഡെഫിനറ്റ്ലി വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഷെയ്ൻ ഒരു ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ ഷെയ്നിൻ്റെ കൂടെ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഞാനും എന്നുവെച്ചാൽ അങ്ങനെ അധികം സംസാരിക്കും, പക്ഷെ അഭിനയിക്കുമ്പോൾ ഭയങ്കര എനർജിയുള്ള ഒരു നടനാണ്. അത് അനുരാജ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും തന്നിരുന്നില്ല. രതീഷ് സംസാരിക്കുന്ന സമയത്ത് രതീഷ് വന്ന് എൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് ഞങ്ങളതങ്ങ് ഇംപ്രോംപ്റ്റു ആയിട്ട് ഓണായിട്ട് ചെയ്തതാണ് സീക്വൻസ് മൊത്തം. അത് ചിരി കളിയോ എല്ലാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഏകദേശം ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങ് ലൈവായിട്ട് ചെയ്യുമായിരുന്നു. ഞങ്ങളത് ലൈവായിട്ടൊക്കെ ചെയ്യുമായിരുന്നു, ഞാനും ശ്വാസികയും ഷെയ്നും. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അന്നേ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ശ്വാസികയും ഒരുപാട് വലിയ നിലയിലെത്തണമെന്ന്. അപ്പോൾ അവളിപ്പോൾ അവൾ ഭയങ്കര സ്റ്റാറായിട്ട് എവിടെ പോയാലും ശ്വാസികയെ കാണാം. ഇപ്പോൾ ശ്വാസികയുടെ അമ്മയായിട്ട് ഞാനൊരു തമിഴ് ഇതിൽ വർക്ക് ചെയ്തു. അപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു. അത് ശ്രീനാഥ് ഭാസിയുടെ അമ്മയായിട്ട് അടുത്തടുത്ത് ഇറങ്ങിയിട്ടില്ല സിനിമ. ശ്രീനാഥ് ഭയങ്കര ബ്രില്യൻറ്റ് ആക്ടറാണ് ശ്രീനാഥ്. അതേപോലെയാണ് RDXിലെ എബ്രഹാം ഓസ്ലറിലെ ക്യാരക്ടർ ആണെങ്കിലും പെപ്പയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നതും ഈ പെപ്പയൊക്കെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ നല്ല പിള്ളേരാണെന്ന് ഇവര്. അപ്പോൾ അവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ മാലയൊക്കെ ഭയങ്കര നിവ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. നിവ്യയുടെ മോള് വരും വീട്ടിൽ. നിവ്യയുടെ മോള് വരുന്നത് എന്നെ കാണാൻ വരുന്നത് ഷെയ്ൻ്റെ അമ്മയെ കാണാനാണ്. ഷെയ്ൻ്റെ അമ്മ ആയതുകൊണ്ടാണ് വീട്ടിൽ വരുന്നത് കുഞ്ഞ്. ഷെയ്ൻ്റെ മമ്മിയല്ലേ എന്ന് ചോദിക്കും. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ദുൽഖറിൻ്റെ അമ്മ വന്നു, DQൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചില കടകളിൽ എനിക്ക് ഭയങ്കര സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മക്കളോടുള്ള സ്നേഹമൊക്കെ എനിക്കും ഏതൊക്കെയോ സൈഡിൽ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് വേണം ഞാൻ വിചാരിക്കാം. ARMലാണെങ്കിലും പിന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിലാണെങ്കിലും ഒക്കെ ഞാൻ കുറേ സിനിമകളിൽ എനിക്ക് ടൊവിനോയുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. നല്ലതാണ്, എനിക്ക് വലിയ സന്തോഷമാണ്. ഇനിയും അഭിനയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തമിഴ് തെലുഗു സിനിമകളിലൊക്കെ മാം അഭിനയിക്കാറുണ്ട്. തെലുഗുവിലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നല്ലേ, തെലുങ്കിൽ. ഓക്കെ, അപ്പം ഇതിലോട്ടുള്ള ഓഫേഴ്സൊക്കെ എങ്ങനെയാണ്? അവസരങ്ങൾ കിട്ടുന്നുണ്ടോ വേറെ മറ്റ് ഇൻഡസ്ട്രിയിലോട്ട് ഇപ്പോൾ ഉള്ള ഇതിലെങ്ങനെയാണ്? ഗെയിം ഓവർ എന്ന് പറഞ്ഞ സിനിമയാണ് തമിഴിൽ എനിക്ക് ടേൺ ഓവർ ആയത്, അല്ല ഒരു ബ്രേക്ക് കിട്ടിയത്. ഗെയിം ഓവറിൽ ഒരു ക്യാരക്ടർ അഭിനയിച്ചിരുന്നു.
താപ്സി പന്നുവിൻ്റെ കൂടെ. അത് നാനി കണ്ടിട്ടാണ് തെലുങ്കിൽ എന്നെ ടക് ജഗദീഷിനെ വിളിച്ച കോവിഡ് കാലത്ത്. ആ സിനിമ നിർഭാഗ്യവശാൽ ഒരുപാട് ഓടിയില്ല, തിയേറ്ററിലല്ല റിലീസ് ചെയ്തത്. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ബ്രേക്ക് കിട്ടുന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു. അന്ന് രോഹിണി മാം, ദേവദർശിനി മാം ഒക്കെ ഉള്ള ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ് ടക് ജഗദീഷ്. അതിൽ 5 പേരുടെ അമ്മയായിട്ടാണ് അർജുനമ്മ എന്നൊരു ക്യാരക്ടർ ചെയ്തത്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ നാനികാരു മദർ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അമ്മൂല് ഐശ്വര്യലക്ഷ്മിയുടെ ക്യാരക്ടർ അമ്മ ചെയ്യാൻ പറ്റി. ഐശ്വര്യലക്ഷ്മി ഞാൻ വരത്തനിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും അമ്മയായിരുന്നു വരത്തില്ല. അപ്പോൾ അമ്മൂല് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ എനിക്ക് ആദ്യം തെലുങ്ക് പടത്തിന് പോയപ്പോൾ ഡയലോഗ് മാറി തന്നു. ഇത്രയും നീളമുള്ള ഡയലോഗ് കാണാൻ പിടിച്ച് എല്ലാം ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ വേറെ ഇതല്ല, പിന്നെ പേജ് തന്നത് മാറിപ്പോയി എന്ന് പറഞ്ഞ് പുതിയ ഡയലോഗ്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവുക, എനിക്ക് ഒന്നത് കേട്ടിട്ട് പോലും ഇല്ല. അപ്പം ഞാനീ പറഞ്ഞു എത്ര സമയം വേണം എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് 1.5 മണിക്കൂർ വേണം. 3 മണിക്കൂർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആ സിനിമ ചെയ്തതൊക്കെ. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷൻ. ഐശ്വര്യ രാജേഷിനെ മറക്കാൻ പറ്റത്തില്ല. കാരണം ഐശ്വര്യയാണ് എനിക്കന്ന് ഡയലോഗ് അവർ പറഞ്ഞു തരുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ഒന്നാമത് മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് മനസ്സിലായി. ഐശ്വര്യ വന്ന് എനിക്ക് പ്രോംപ്റ്റ് ഒക്കെ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഫസ്റ്റ് ഡേ എനിക്ക് ഏറ്റവും ഈസി ആയത് നാനിയെയും ഐശ്വര്യയും കാരണമാണ്. അപ്പം അതെല്ലാം എൻ്റെ മക്കൾ കാറ്റഗറിയാണ്. ഇവരെല്ലാം മക്കളായിട്ട് അഭിനയിച്ചു. അപ്പോൾ വലിയ സന്തോഷമാണ്. നല്ല ആക്ടേഴ്സും ഗംഭീര ആക്ടേഴ്സായിട്ടുള്ളവർ മക്കളായിട്ടും കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് വേറെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സിനിമയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയിട്ടാണ് എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്. അതേപോലെ എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തിട്ടുള്ളത്, മാമിൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും നമ്മളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല, അല്ലെങ്കിൽ ഒരു ഒളിവില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂസ് ഞാൻ റെഫർ ചെയ്തപ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണെങ്കിലും ഓപ്പണായിട്ട് പറയുന്ന, അതായത് ഒളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു കവറപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ക്യാരക്ടറിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട്. സോ അത് എത്രത്തോളം എന്താ പറയുക ഗുണകരമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം വല്ലാതെ ബാധിക്കും, നമ്മുടെ വർക്കിനെ ബാധിക്കും. അത്ര ഓപ്പൺ അപ്പ് ആവുന്നത് പിന്നെ വളരെ മോശമാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേറൊരു കാര്യമാണ്. പക്ഷെ ചോദിക്കുന്ന കാര്യം നമുക്കറിയാവുന്ന സത്യം വിളിച്ച് പറയുന്നത് ഭയങ്കര സിനിമയ്ക്കൊട്ടും സിനിമയിൽ നിൽക്കാനെന്നല്ല, ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ആ മേഖലയിൽ ഒരു ഉയർച്ച വരത്തില്ല. അന്ന് നമ്മൾ നോട്ടപ്പുള്ളികളാവും, കുഴപ്പക്കാരികൾ എന്നുള്ള ടാഗ് വരും, നമ്മളെ ഒന്നിനും വിളിക്കത്തൊന്നുമില്ല, വർക്കൊക്കെ കുറവായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ബോംബെ എന്നൊക്കെ വന്ന് ആരെങ്കിലും കാസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സിനിമയിൽ നിന്നൊക്കെ അപ്പോൾ എനിക്കതറിയാം. ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ സിനിമയുടെ മുമ്പിലൊരു എൻ്റെ ഫസ്റ്റ് കോൺട്രവേഴ്സി ഹാപ്പി സർദാറാണ്. അതിന് മുമ്പ് ഒരു 25 സിനിമ, 26, 27 സിനിമ ഞാൻ ഒരു വർഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ ഒറ്റ സിനിമയിലെ കോൺട്രവേഴ്സിക്ക് ശേഷം അത് 10 ആയി, 12 ആയി, പിന്നെ അത് കഴിഞ്ഞ് 2 ആയി, 3 ആയി, അങ്ങനെ വളരെയധികം സിനിമകൾ കുറഞ്ഞു. അപ്പം സിനിമയിൽ ഇപ്പം വിളിക്കുന്നത് ഒരു പക്ഷേ ഒരു ആക്ടറിനെ വേണം, ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവർ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് വിളിക്കുന്നവരാണ്. അല്ല, റെഗുലറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കാസ്റ്റിംഗ് എല്ലാം എനിക്ക് കുറവാണ്. അപ്പോൾ മാം പറയുന്ന വാ അടച്ചിരിക്കുന്നവർക്കാണ് സിനിമ കുറച്ചും കൂടെ അനുകൂലം, സിനിമാ മേഖല പറ്റുക എന്നുള്ളതാണ്. അതെ അതെ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ നമുക്കതിനെ ഒന്നും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതും നമ്മൾ ജീവിച്ചിരിക്കുന്നതിനോട് നീതി പുലർത്തുന്നില്ല, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. അറിയാത്ത കാര്യം എല്ലാം വിളിച്ചു പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് നേരെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് കലയിലൂടെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. കലയിലൂടെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും ചോദ്യത്തിന് ഉത്തരമായോ അല്ലെങ്കിൽ വേറൊരാളെ സഹായകരമാവുന്ന അറിയാവുന്ന സത്യം പറയുന്നത് നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് ആവശ്യമാണ്, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മുടെ കല ചെയ്യുമ്പോൾ ഈ മീഡിയത്തിൽ നിൽക്കുമ്പോൾ നല്ലതല്ലെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചാൻസസ് ഒക്കെ നഷ്ടപ്പെടും, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ഈ അവസരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും നടക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് പുറത്ത് വരുന്നത് ഇപ്പോൾ പബ്ലിക് ഫിഗേഴ്സ് ആയതുകൊണ്ട് ഈ സിനിമാ മേഖല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേഖലയിലുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റുക. അപ്പോഴായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഇവരുടെ മേഖലയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്കിടയിൽ എന്തായിരിക്കും നടക്കുക, ഇവർ തന്നെ ഇങ്ങനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ 20 അല്ലെങ്കിൽ 28 സിനിമ ചെയ്ത ഒരാൾക്ക് പിന്നെ 10 ആവുക എന്ന് പറയുമ്പോഴത്തേനും ഈ അവസരം നിഷേധിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട്
ആരും നമ്മളെ അവസരം നിഷേധിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടി ചെയ്യുന്നൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ ചില ഡയറക്ടേഴ്സ് പറയും മാഡം ഇന്ന സിനിമയിൽ വിളിച്ചിട്ട് വന്നില്ല, അപ്പോൾ അതേത് സിനിമ? അപ്പോൾ പറയും, ഇപ്പോൾ ഉദാഹരണത്തിന് ബഷീറിൻ്റെ പ്രണയലേഖനം അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3 സിനിമകളിൽ വിളിച്ചിട്ട് ഞാൻ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ആ സിനിമ എൻ്റെ അങ്ങനെ വിളിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇല്ല അതിന് മുമ്പ് വിളിച്ചപ്പോഴും വന്നില്ല, അങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല അങ്ങനെ ഒരു വിളി വന്നത്. അവസാനം അന്വേഷിച്ചപ്പോൾ എൻ്റെ ഡേറ്റ് ഇല്ല, ഞാൻ ഭയങ്കര പൈസ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു കാര്യമില്ല, എൻ്റെ അടുത്ത് അതിനെ ആരും പറഞ്ഞിട്ടില്ല. ഈ അവസരങ്ങൾ വരാന്ന് പറയുന്നത് ഇപ്പം മാമിന് ഡയറക്റ്റ് ആയിരിക്കില്ലേ കോണ്ടാക്ട് വരാ, അതോ അല്ല അങ്ങനെയല്ല, ഇവര് അവരോട് പറയുന്നതാണല്ലോ. അയ്യോ അവര് വേണ്ട, സി ഇപ്പൊ നമ്മളൊരു കാസ്റ്റ് പറയുവാണ്, ഇപ്പൊ നമ്മൾ പറയണം അവര് മാല പാർവതിയ കാസ്റ്റ്, അപ്പൊ എന്തുപറ്റി? അല്ല നിങ്ങൾ മാനേജ് ചെയ്തോണം, നമുക്ക് ഉത്തരവാദിത്വം ഒന്നും എടുക്കാൻ പറ്റില്ല. ഓ പ്രശ്നക്കാരിയാണല്ലേ, വേണ്ട നമുക്ക് അടുത്ത ആളെ കാസ്റ്റ് ചെയ്യും, ഇങ്ങനെ അങ്ങ് പോവും. ഒരു കമൻ്റാണത്. മുഖം ഒന്ന് മാറിയാൽ ഈ കാസ്റ്റ് ചെയ്യാനിരിക്കുന്നവർ, ഈ മലയാളം അല്ല ഈ സിനിമയും പ്രൊഡക്ഷനുമായിട്ടൊക്കെ നിൽക്കുന്നവർ, ഓ അവർ പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ വേണ്ട നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് പറയും. അങ്ങനെ അത് നമ്മൾക്ക് അപ്പോൾ 1 അവസരം പോയി, 2 അവസരം പോയി, 4 അവസരം പോയി, 10 അവസരം പോയി, പിന്നെ നമ്മളെ മറന്നു പോകും സിനിമയിൽ. അങ്ങനെയാണ്. മനസ്സിലായി. ഞാനത്രയും അൺലക്കിയൊന്നും അല്ല കേട്ടോ. എനിക്കിപ്പോൾ മുറ എന്ന് പറഞ്ഞൊരു സിനിമയിൽ മുസ്തഫ കാസ്റ്റ് ചെയ്തു. ഞാനൊരു ഭയങ്കര നിർഭാഗ്യവതിയായിട്ട് ഒരു വേഷവും കിട്ടാതെ വിട്ടിരിക്കുകയാണെന്ന് ഒരു അഭിപ്രായം അങ്ങനെയല്ല. ഞാനിപ്പോൾ തമിഴിൽ 4-5 സിനിമ ചെയ്തു. ഇപ്പോൾ ആര്യൻ റിലീസായി, അതേഴ്സ് റിലീസായി, ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേറൊരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തെലുങ്ക് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കില്ലാതില്ല എനിക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് മാത്രം. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മാം. പക്ഷേ നമ്മൾ അതിന് മുന്നേ നമ്മുടെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഈ വന്ന് കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാന്ന് പറയുന്നത്. അതായത് ചിലരത് പറയണം എന്നില്ല. അപ്പം മാം ആണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേനും മാം റെമ്യൂണറേഷനെ പറ്റിയിട്ടാണെങ്കിലും മാം വന്ന വഴിയാണെങ്കിലും സാഹചര്യമാണെങ്കിലും അവസ്ഥയാണെങ്കിലും എല്ലാം ഓപ്പണപ്പായിട്ട് പറയുന്നുണ്ട്. എൻ്റെ റെമ്യൂണറേഷൻ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ് അവസരം കിട്ടുന്നത്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ഉപജീവന മാർഗ്ഗമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് എല്ലാവരും ഓപ്പണായിട്ട് പറയുന്നതല്ല. എല്ലാവർക്കും സിനിമ ഒരു പാഷനായിരിക്കാം, അല്ലെങ്കിൽ അതിന് അത്രയും താല്പര്യത്തോടെ നോക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഈ റിയാലിറ്റി സൈഡ് എല്ലാവരും ഷെയർ ചെയ്യണം എന്നില്ല, അല്ലേ? കവർ ചെയ്തായിരിക്കും സംസാരിക്കുക. അത് പക്ഷെ ഒന്നും കൂടെ ഈ പറയുന്ന പോലെ ഓപ്പണപ്പിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അതെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. അതെന്താണ് മാം അങ്ങനെ? തുമ്മിയാ തെറിച്ച് അങ്ങ് പോട്ടെ, തുമ്മിയാ തെറിക്കുന്നതാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് തന്നെ പറയുന്നത്. നമുക്കങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടും എല്ലാം ചെയ്തുകൊണ്ടും നമ്മളായിട്ട് നിന്നുകൊണ്ടും കിട്ടുന്നത് മതി. ഒളിച്ചു വെച്ചും പാത്തു വെച്ചും നമ്മൾ വേറൊരാളാണെന്ന് അടിച്ചും ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളെന്താണോ നമ്മളായിട്ടിരിക്കുക എന്നാണ്. നമുക്ക് 2 മുഖം പാടില്ല. അഭിനയിക്കുക എന്നത് ഒരു തൊഴിലാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിതത്തിൽ അഭിനയിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഓക്കെ. ഇനി ഈ ഞാൻ സംഘടനയെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അമ്മ സംഘടനയ്ക്കകത്ത് അകത്തും പുറത്തും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളോ മാമിൻ്റെ ഒപ്പീനിയനോ മാം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യത്തിന് മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഞ്ജു, ഞാൻ അമ്മയിലൊരു ആക്റ്റീവ് മെമ്പറേ അല്ല. ഞാൻ 2016 അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തത്. ഞാൻ ഒട്ടും ആക്റ്റീവ് മെമ്പർ അല്ല. ഞാൻ ജനറൽ ബോഡിക്ക് മാത്രം പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ ഇടപെടാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് സ്ത്രീകൾ ഇലക്ഷന് നിൽക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ കുക്കു പരമേശ്വരനാണെങ്കിലും ശ്വേതയാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഒരു ബോധപൂർവമായ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇവർക്ക് 2 പേർക്കും വരുത്തുന്നതായിട്ട് തോന്നി. അതിനകത്തിപ്പോൾ ഇവർ പറയുന്ന ഹോളിഡേ ഇന്ന് വെച്ച് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വല് ഇങ്ങനെ കോവിഡ് സമയത്ത് എടുത്തു വെച്ചിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഇലക്ഷന് തലേന്ന് പറയുന്നു? കഴിഞ്ഞ വർഷവും കുക്കു ഇത് പറഞ്ഞിരുന്നതാണ്, കുക്കു ഇലക്ഷൻ നിന്നിരുന്നതാണ്. അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് പറയുന്നു? അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ഇതിന് മുമ്പ് ഇതൊന്നും തുറന്നു പറയാത്തത് എന്തുകൊണ്ട്? എത്രയോ ജനറൽ ബോഡി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഇതൊരു ആയുധമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ, സംഘടനയ്ക്കുള്ളിൽ പറയാതെ പുറത്തോട്ട് പറയുന്നെങ്കിൽ അതിനകത്ത് എന്തോ ഒരു അജണ്ട ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അജണ്ട ഇപ്പോൾ നടപ്പിലാക്കുന്നത് നല്ലതല്ല. സ്ത്രീകൾ ഇലക്ഷൻ നിൽക്കട്ടെ, അവർ ജയിക്കട്ടെ, അല്ലെങ്കിൽ അവർ തോക്കട്ടെ, അവർ മത്സരിക്കട്ടെ, അത് നമുക്ക് സംഘടനയ്ക്കകത്ത് നിലനിർത്താം എന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തെയും അഭിപ്രായം, ഇന്നത്തെ അഭിപ്രായം. സംഘടനയ്ക്കകത്ത് കുക്കു പരമേശ്വരനും ശ്വേതയും വന്നിട്ട് അവർ നന്നായിട്ടല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അടുത്ത ഇലക്ഷൻ അവർക്ക് ജയിക്കാൻ കഴിയില്ല. നന്നായാണ് പ്രവർത്തിച്ചാൽ ജയിക്കും.
മനസ്സിലായില്ലേ? സംഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് സംഘടനയ്ക്ക് അകത്തുള്ളവർ തീരുമാനിക്കേണ്ട കാര്യം. ഞാൻ സംഘടനയ്ക്ക് അകത്ത് ഒരു ആക്റ്റീവ് മെമ്പറേ അല്ല. എനിക്ക് പിന്നെ അങ്ങനെ ഒരു താല്പര്യവും ഇല്ല. ഒരു സംഘടനയിലെന്നല്ല, ഇലക്ഷനോ അല്ലയോ വേറൊരു നിലയ്ക്കൊരു അധികാരത്തിലിരിക്കണമെന്നോ. ഇപ്പം ഞാൻ ഒരു പൊസിഷൻസും ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതൊന്നും എൻ്റെ ഏരിയയിൽ. ഒരു സംഘടനയുടെ ഒരു അധികാരത്തിലെത്തുക അല്ലെങ്കിൽ പദവിയിലെത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർക്ക് അത് വേറൊരു പ്ലഷറാണോ അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്തേണ്ട ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിഷ്യൽസ് അല്ലെങ്കിൽ എന്താണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സംഘടന ആ രീതിയിലുള്ള പ്രവർത്തനം കംപ്ലീറ്റ്ലി, അതായത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണെങ്കിലും ആൾക്കാർക്ക് അറിയേണ്ട രീതിയിലാണെങ്കിലും ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സംഘടനയ്ക്ക് അകത്തുണ്ടോ? ഇപ്പോൾ ആ രീതിയിലാണോ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു മോണിറ്ററിങ് എനിക്കില്ല. ഇപ്പോൾ അവിടെ കൃത്യമായിട്ട് മരുന്നെത്തിക്കണം, ആൾക്കാർക്ക് അസുഖം വരികയാണെങ്കിൽ ഇൻഷുറൻസ് എത്തിക്കണം. ഇപ്പോൾ അവരോട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കത്ത് മുഖേനയും അല്ലാതെയൊക്കെ അറിയുന്നുണ്ട്. എന്താണ് കൃത്യമായി നടക്കുന്നതെന്ന് അതിനകത്തുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അടുത്ത ജനറൽ ബോഡി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് ഇതെല്ലാം പുറത്തു വരും, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നൊക്കെ. മനസ്സിലായി? ആ സമയത്ത് അത് പിന്നെ ജനറൽ ബോഡി തീരുമാനിക്കുന്നതാണ്. എനിക്ക് വ്യക്തിപരമായി അങ്ങനെ തീരുമാനങ്ങളില്ല, അജണ്ടകളില്ല, ആഗ്രഹങ്ങളും ഇല്ല. ഇവർ നിലനിൽക്കണ്ട, ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരാളെ മനഃപൂർവ്വമായി ഒഴിവാക്കുന്നതിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാളുടെ ചാൻസ് കളഞ്ഞുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട് അവർ നിൽക്കണ്ട, അവരെന്തായാലും നിൽക്കരുത് എന്നൊക്കെ യൂട്യൂബർമാരെയൊക്കെ പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വമായിട്ടൊരു പ്രൊപ്പഗാൻഡ, ഒരു മനഃപൂർവ്വമായ ഒരു അടിച്ചമർത്തൽ അനുഭവപ്പെട്ടപ്പോൾ അതിനെതിരെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പ്രശസ്ത നായിക തിരിച്ച് പ്രതികരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയ്ം ഓൺ യു എന്നുള്ള രീതിയിൽ. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അതെന്തായിരുന്നു ആ ഒരു വിഷയം, അല്ലെങ്കിൽ മാം പറഞ്ഞ ഒരു കാര്യവും അതിനവർ തിരിച്ച് തന്നൊരു മറുപടിയും, ആ ഒരു സംഭവം എന്താണ്? ഇത് നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റ് ഒരു പിന്നെ വിൻസി അലോഷ്യസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പെൺകുട്ടി ഒരു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു മൂവി വേൾഡിന്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല. ഈ പെൺകുച്ചിൻ്റെ വീഡിയോ കണ്ടതിൻ്റെ അന്നാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മിൻസിയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഫസ്റ്റ് വീഡിയോ കണ്ട്. അപ്പോൾ ഞാൻ അന്ന് വിഷ്ണുവാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് പറയാം, എന്തിനാ ഈ കുട്ടി പേടിക്കേണ്ട ആവശ്യമില്ല, സ്റ്റേറ്റ് ബോർഡൊക്കെ വാങ്ങിച്ചൊരു കുട്ടിയല്ല, ആരാണെങ്കിലും പോടാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം ഇത്രയും സ്റ്റേറ്റ് ബോർഡ് തന്നെ വാങ്ങിച്ച് ഇത്രയും വർഷം നിന്ന് ഒരാൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ വരാനായിട്ട് ഭയങ്കര വിഷമാവില്ലേ എന്ന് പറഞ്ഞ ഒരു. പക്ഷെ ഈ വീഡിയോ ഒരു പുറത്ത് വിട്ടത് ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്ത് വന്നതിന് ശേഷമാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ മനഃപൂർവ്വം ഷൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട്, ഒരു നെറേറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട ഇവിടുത്തെ സ്ത്രീ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഞാൻ എനിക്ക് എൻ്റെ അവസരങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലൈംഗികതയുടെ വിഷയങ്ങളെ ലൈറ്റാക്കി കാണുന്നു, നോർമലൈസ് ചെയ്യുന്നു എന്ന് അവർ വിചാരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്ത ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കമൻറ്റ് ചെയ്തതാണ്. എനിക്ക് അവരോടും പരാതിയും പരിഭവം ഒന്നുമില്ല. കാരണം നമ്മളൊരു ചാനലിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു ഫീഡ്ബാക്ക് തരുവാണ്, ഇങ്ങനെയൊക്കെ പാർവതി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഷെയിം ഓൺ യു എന്ന് അങ്ങനെ പറയും. ഞാനാണെങ്കിലും പറയും. എന്നുവെച്ചാൽ ആ ഫീഡ്ബാക്കാണ്. എൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്നുള്ള സത്യം എനിക്കല്ലേ അറിയാവുള്ളൂ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് സ്ത്രീകൾ അങ്ങനെ പേടിക്കരുതെന്ന്. സെറ്റിൽ പഴയ കാലമൊന്നുമല്ല. ആരെങ്കിലും വന്ന് മോശമായിട്ട് പറഞ്ഞാൽ നല്ല തിരിച്ചു പറഞ്ഞിട്ട്, നല്ല ചീത്ത പറഞ്ഞ് തിരിച്ചു പറഞ്ഞ് നിൽക്കണം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ നിന്നിട്ടുള്ള ആളാണ് മാം. അല്ല, അങ്ങനെയാണ്, അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓപ്പണായിട്ട് ഉറക്കെ പറഞ്ഞാൽ മതി. ഒരു ഉറക്കെ പറയുന്ന ഒരു ടൂളാണ്. നമ്മളടുത്ത് നമ്മളൊരു ഫ്ലോറിൽ കയറി വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരാൾ നമ്മുടെ മോശമായിട്ട് തലേന്നൊരു മെസ്സേജ് അയച്ചാൽ എല്ലാവരുടെയും മുമ്പ് വെച്ച്, ഹലോ ഇന്നലെ എന്തിനായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചത്, ഇതാ ഈ മെസ്സേജ് കണ്ടോ എന്ന് പറഞ്ഞാൽ അയാൾ തീർന്നു. പിന്നെ അത് ഒരിക്കലും അയാൾ നമ്മുടെ ബോധവുമില്ല. ചിലപ്പോൾ നമ്മുടെ അവസരം പോകും, സാരമില്ല, വേറെ വരും. ഇപ്പോൾ നമ്മൾ സിനിമാ സെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുന്നത്തെ സാഹചര്യം ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി രീതിയിലുള്ള. അതായത് ഇപ്പോൾ ചെറിയൊരു ഇൻകൺവീനിയൻസ് പോലും ഒരു സെറ്റിൽ നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം വിനീത് ശ്രീനിവാസിന്റെ ഒക്കെ സെറ്റിനെ കുറിച്ച് ആൾക്കാർ പറയും, വിനീത് പുരുഷന്മാരോട് മാത്രമായിട്ട് സംസാരിക്കാനുള്ള മീറ്റിംഗ് വിളിക്കും. ഇവിടെ ഒരു ചീത്തപ്പേരും ഒരു കഥകളും ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഉണ്ടായാൽ നിങ്ങൾ ഏത് അവസരത്തിലാണെങ്കിലും ആരായാലും പുറത്തു പോകും എന്നൊക്കെ പറയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ബേസിൽ ജോസഫിനെയും വിനീത് ശ്രീനിവാസനും ഒക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനി അതിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സെറ്റുകളിലാണെന്ന് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെന്ന്, അതായത് എന്തോ റൂൾസ് അതിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. മാം അത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് സിനിമാ സെറ്റിലും ആവശ്യമാണ് എന്നുള്ളൊരു നിലപാടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അത് ഒരു ടൂ മച്ച് ആയിരിക്കും. സിനിമ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മീഡിയം തന്നെയാണ്. പരാതി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പോയി പറയാനുള്ള സ്ഥലങ്ങളാണ് ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് ട്രെയിനിൽ പോകുന്നതെന്ന് എല്ലാവരും സംസാരം മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലൈൻറ്റ് വന്നാൽ പറയാനുള്ള പോലീസുകാരുണ്ടായാൽ മതി. മാം ഇപ്പം പറയുന്നതിനെ തന്നെ ഒപ്പോസ് ചെയ്ത് മാമിൻ്റെ അടുത്ത് സംസാരിക്കാറുള്ള, അതായത് ഈ മേഖലയിൽ തന്നെയുള്ള ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. മാം എല്ലാം ഈ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു രീതി ആയതുകൊണ്ടാണോ ഇവരെല്ലാവരും അതേപോലെ തിരിച്ച് അതൊരു ആക്രമണമായിട്ടാണോ കാണുന്നത്, അല്ലാതെ അവരുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിലാണോ മാം എടുക്കാറുള്ളത്? ആക്രമിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ആരോട് ശത്രുതയില്ല വ്യക്തിപരമായിട്ട്. ആക്രമിക്കാൻ ഒന്നും പറ്റത്തില്ല എന്നെ. എന്തിനാ ആക്രമിക്കുന്നത്? ഞാൻ ആരോടും വ്യക്തിപരമായി ഒരു വൈരാഗ്യവും സൂക്ഷിക്കുന്ന ഒരാളല്ല. എനിക്ക് ആരോടും വൈരാഗ്യവും ഇല്ല വ്യക്തിപരമായിട്ട്. വിഷയം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ആകെ ഉള്ളത് പിന്നെ ചിലർ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം അറിയുന്നത് പറയുമ്പോൾ ചിലർക്ക് അത് പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്തിട്ട് അവർ നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ അവർക്ക് എന്നോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരിക്കാം. പക്ഷേ അത് വന്ന് എന്നെ മുട്ടാതെ തിരിച്ചു പോകത്തേ ഉള്ളൂ. കാരണം എനിക്ക് അവരോട് ശത്രുതയില്ല. ഓക്കെ. ഈ നിലവിൽ, അതായത് മാം 2007 മുതലാണ് സിനിമ തുടങ്ങുന്നത്. എനിക്കൊന്ന് അതിന് മുന്നേയും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ 2007 മുതൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതൽ 2025 വരുമ്പോഴത്തേനും ഈ സെറ്റുകളുള്ള മാം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് അന്നും ഇന്നും? സിനിമ ഇപ്പോൾ കുറച്ചുകൂടി സേഫാണ്. സെറ്റ് കുറേ കൂടെ സേഫാണ്. ഡെഫിനറ്റ്ലി സേഫാണ്. 100% സേഫാണ് സിനിമ. പഴയ കാലത്തിൽ വെച്ച് നോക്കുമ്പോൾ, ഞങ്ങൾ വന്ന ഇടയ്ക്കുള്ള കാലം വെച്ച് നോക്കുമ്പോൾ. ഈ അവസരങ്ങൾ നിഷേധിക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഈ 2025 അത് നടക്കുന്നുണ്ടോ? അതായത് ഇപ്പം മാമിൻ്റെ കാര്യമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, മൊത്തത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കാം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് നടക്കുന്നുണ്ടാവാം. എല്ലാവരും തുറന്നൊക്കെ പറയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുന്നത്. വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? ഈ അൺസേഫ് ആയിട്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ കൂടുതലും സ്ത്രീകളെ പറ്റിയായിരിക്കും പറയുക. ഇതേ സാഹചര്യം പുരുഷന്മാർക്കും ഈ ഫീൽഡിൽ ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ? അല്ലാണ്ട് എന്നോട് അങ്ങനെ പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും സംസാരിക്കാറില്ല. പൊതുവെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളല്ലേ. അന്നും ഇതൊരു ചർച്ചയിൽ പറഞ്ഞപ്പോഴും ആൾക്കാർ ഇവർ വലിയ അങ്ങനെയല്ലേ. നമ്മൾ കുറച്ച് മുതിർന്ന ആൾക്കാരോട് ഇങ്ങനെ ചില കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലല്ലോ. കൂട്ടുകാരും പിള്ളേരും ഒക്കെ സംസാരിക്കുന്നതല്ലാതെ എൻ്റെ അടുത്ത് അങ്ങനെ പേഴ്സണൽ ആയിട്ട് വിഷമങ്ങളായിട്ടൊക്കെ സങ്കടമായിട്ടൊക്കെ വന്ന് പറയുന്നതല്ലാതെ ഒരു കോമൺ ടോപ്പിക്കിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എൻ്റെ അടുത്ത് വരില്ല. ചിലർ വന്ന് സങ്കടം പറയാനായിട്ടൊക്കെ വന്ന് സംസാരിക്കും. അത്രയും തന്നെ ഉള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഗോസിപ്പൊന്നും എത്തൂല സിനിമയിൽ. അങ്ങനെ ആരും സംസാരിക്കുന്നവരില്ല എൻ്റെ അടുത്ത്. ഓക്കെ. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ ഇത് സാഹചര്യം മാറിയതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇനി സിനിമാ മേഖല, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് എന്താ പറയുക, വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു രീതിയിലോട്ടാണ് നമ്മുടെ പടങ്ങളെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? അതായത് അന്നും ഇന്നുമുള്ള സിനിമയുടെ മാറ്റത്തെക്കുറിച്ച്, പുതിയ സിനിമകളെ പറ്റി. പണ്ട് കാലത്ത് നമ്മളൊരു ഹീറോ ഓറിയൻറ്റഡ് ആയിട്ടൊരു സിനിമയാണ് നമ്മൾ ചെയ്യുമായിരുന്നത്. ഒരു ഹീറോയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നു, ഹീറോയുടെ യാത്രയാണ് സിനിമ. ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമ കിഷ്കിന്ധാകാന്ഡം, ഈക്കോ, മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ജയ ജയ ജയ് ഹോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ദർശനയും റോഷനും ഒക്കെ തരം സിനിമകൾ ചെയ്യുന്ന പോലത്തെ സിനിമയുടെ പേര് ഞാൻ പറയും. പാരഡൈസ് ലോസ്റ്റ് എന്തായിരുന്നു സിനിമയുടെ പേര്? ശ്രീലങ്കൻ പടം ഉണ്ടായിരുന്നല്ലോ അവർ അഭിനയിച്ച സിനിമ. അയ്യോ എന്താ. അതുപോലെ ഈ KSFDC ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പൊ വിക്ടോറിയ എന്ന് പറഞ്ഞൊരു സിനിമ, താര രാമാനുജത്തിൻ്റെ സിനിമ, പിന്നെ കനി കുസൃതി പോലുള്ളവരുടെ സെലക്ഷൻസ് ഉള്ള സിനിമ, ഒക്കെ ഒരു വ്യത്യാസമുള്ള സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ് മലയാളത്തിൽ. ആൾക്കാർക്ക് പരീക്ഷിക്കാനുള്ള ധൈര്യമുണ്ട് ഇവിടെ. മനസ്സിലായോ? ഒരുപാട് ഇപ്പം തന്നെ റീമ കല്ലിങ്ങലിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് കേട്ടു. ഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസമുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ മറ്റെല്ലാ ഭാഷകളിലെയും ആൾക്കാർക്ക് ഇപ്പോൾ അറിയാം. ഇപ്പോൾ ഹരീഷ് ഉത്തമൻ പറയുമായിരുന്നു, ജൂനിയർ NTR മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇനി അടുത്ത് ഇറങ്ങാനിരിക്കുന്ന സിനിമകളും അതിലൊക്കെ ആരാ അഭിനയിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയാം.
എല്ലാവരും ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇന്ന് വിഷ്ണു വിശാലിൻ്റെ കൂടെയാണ് ആര്യൻ ചെയ്തത്. ആര്യൻ വിഷ്ണു എല്ലാ മലയാള സിനിമയും കാണും. അപ്പോൾ ഓരോരുത്തർ ചോദിക്കും, ചേച്ചി ഹൗസ് ദാറ്റ് ഡയറക്ടർ, ഹൗസ് ദിസ് ഗൈ എല്ലാ സിനിമയും കാണും, കാണാപ്പാടം എൻസൈക്ലോപീഡിയ പോലെ ഇരിക്കുക. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മുടെ ഭാഷയെ ഉറ്റുനോക്കി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ വലിയ അഭിമാനം. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിനും സമയം ചെലവഴിച്ചതിനും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് മാം. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.